നമസ്കാരം. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനം ഏകദേശം 620ഓളം പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു സംസ്ഥാന സമ്മേളനം നടത്തിയിരുന്നു. വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയം നടന്നു. പാർട്ടി എന്തുകൊണ്ട് തോറ്റു, ഏതൊക്കെ വിഷയങ്ങളിൽ പാർട്ടി നിലപാടെടുത്തത് ശരിയായില്ല, ഏതൊക്കെ വിഷയങ്ങളിൽ പാർട്ടി അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന സംഘടന കൃത്യമായി ഗവൺമെൻറ് നയിക്കണമായിരുന്നു, ഗവൺമെൻറ്റിനെതിരെ ഏതൊക്കെ തരത്തിലുള്ള വിമർശനങ്ങൾ പുറപ്പെടുവിക്കണമായിരുന്നു, ഏതൊക്കെ തരത്തിലാണ് പാർട്ടിക്ക് തെറ്റ് പറ്റിയത് എന്നുള്ള പല കാര്യങ്ങളും പാർട്ടി സംഘടനയിൽ ചർച്ച ചെയ്തു എന്നുള്ളത് സംഘടനാ റിപ്പോർട്ടിനും അതുപോലെ തന്നെ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഇതെല്ലാം ഇതിന് പിന്നാലെ നടന്നു എന്നുള്ളത് ഏകദേശം 14 ഗ്രൂപ്പുകളിലായി ചർച്ച നടന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം വന്നിരുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഒരു വിഷയം അവിടെ ആയതെന്ന് പറയപ്പെടുന്നത് റവാഡ ചന്ദ്രശേഖരനെ DGP ആക്കിയതിലെ വിമർശനം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കൂത്തുപറമ്പ് രക്തസാക്ഷി പുഷ്പൻ്റെ പേരിലുള്ള നഗരിയിൽ സമ്മേളനം നടക്കുമ്പോൾ റവാഡ ചന്ദ്രശേഖരനെ DGP ആക്കിയ സമയത്ത് DYFI നേതൃത്വം മൗനം പാലിച്ചുവെന്നും അതുപോലെ തന്നെ കൂത്തുപറമ്പ് സഖാക്കളെ നേതൃത്വം മറന്നുവെന്നും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികൾ ശക്തമായിട്ടുള്ള വിമർശനമാണ് DYFIയുടെ യോഗത്തിൽ ചേർന്ന യോഗത്തിൽ കൃത്യമായി അവതരിപ്പിച്ചത്. റവാഡ ചന്ദ്രശേഖരനെ DGP ആക്കിയതിൽ DYFI ഒരു ഇത് രംഗത്തെത്തിയില്ല എന്നുള്ളതും കണ്ണൂരിലെ രക്തസാക്ഷികളെയും പാർട്ടിയുടെ രക്തസാക്ഷികളെയും മറക്കുന്ന രീതിയിലോട്ടാണ് DYFIയുടെ പോക്ക് എന്നുള്ള തരത്തിലെല്ലാം വലിയ തരത്തിൽ ചർച്ച നടന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തോട്ട് വരുന്നുണ്ട്. മാത്രമല്ല ഇതുകൂടാതെ തന്നെ PM ശ്രീയിലെ മൗനം എന്നുള്ളത് മറ്റൊരു പ്രധാന രണ്ടാമത്തെ ഘടകമായി വരുന്നുണ്ട്. PM ശ്രീ നമുക്കറിയാം, PM ശ്രീയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ പിണറായി വിജയനും അതുപോലെ തന്നെ പാർലമെൻറ്റ് എംപിയുമായ ബ്രിട്ടാസും അടക്കമുള്ള നേതാക്കന്മാർ രാത്രിക്ക് രാത്രി ഒപ്പിട്ട് CPIയെ പോലും മറ്റ് മുന്നണിയിലെ മറ്റ് മന്ത്രിമാരെയോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ CPIയെ പോലും മുമ്പോട്ട് വെക്കാണ്ട് അല്ലെങ്കിൽ അവരോട് പോലും കാര്യങ്ങൾ ധരിപ്പിക്കാണ്ട് ഒറ്റക്കെടുത്ത തീരുമാനം അത് പോയി ഒപ്പിട്ടുന്നു, തിരിച്ചു വരുന്നു. ഇത് വലിയ തരത്തിലുള്ള വിവാദങ്ങളാകുന്നു. പിന്നീട് ഒരു നിവൃത്തിയില്ലാണ്ട് CPI നേതാക്കന്മാർ തങ്ങളുടെ മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കും എന്നുള്ള വാശി പിടിച്ചപ്പോൾ ഏറ്റവും അവസാനം താൽക്കാലികമായി മരവിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ ഇത്തരത്തിൽ പാർട്ടിക്ക് വലിയ തരത്തിൽ തിരിച്ചടിയായ ഒന്നായിരുന്നു PM ശ്രീ. അതുകൊണ്ട് തന്നെ PM ശ്രീ സ്കൂൾ വിഷയത്തിൽ സർക്കാർ മുമ്പോട്ട് പോയപ്പോൾ തിരുത്താൻ അല്ലെങ്കിൽ തിരുത്തൽ ശക്തിയായി മാറേണ്ടിയിരുന്ന DYFI നേതൃത്വം മൗനം പാലിച്ചു എന്നുള്ള ഏറ്റവും വലിയ വിമർശനമാണ് അവിടെ ഉയർന്നിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാർ പാർട്ടിയുടെ നയവിധ്യാനങ്ങൾക്ക് അല്ലെങ്കിൽ നയങ്ങൾക്കെതിരായി വ്യതിചലിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പാർട്ടിയെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ കൃത്യമായി മാർഗരേഖ കാണിച്ചുകൊണ്ട് നടത്തേണ്ട യുവജന സംഘടനയായ DYFI അത് ചെയ്തില്ല എന്നുള്ള റിപ്പോർട്ടാണ് അവിടെ പുറത്തു വന്നത്. അതിൻ്റെ കാര്യം പിണറായി വിജയൻ തെറ്റ് ചെയ്തപ്പോൾ DYFI നേതാക്കൾ മിണ്ടാണ്ടിരുന്നു എന്നുള്ളതാണ് പാർട്ടി പറയാണ്ട് പറഞ്ഞത് അവിടെ. മാത്രമല്ല ദേശീയ ജനറൽ സെക്രട്ടറിക്കെതിരെ ശക്തമായ വിമർശനം DYFIയിൽ ഉണ്ടായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് DYFI ദേശീയ ജനറൽ സെക്രട്ടറി ആരാണെന്ന് പോലും പലർക്കും അറിയില്ലെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ കാര്യമായി അദ്ദേഹം പല പരിപാടികളും കാര്യമായി പങ്കെടുക്കുന്നില്ല എന്നുള്ള തരത്തിലെല്ലാം വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ചില പ്രതിനിധികളും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം യോഗത്തിൽ കൂട്ടിച്ചേർച്ചത്. അപ്പം DYFIയുടെ നേതാവ് ആരാണെന്നറിയില്ല, ദേശീയ ജനറൽ സെക്രട്ടറി ആരാണെന്നറിയില്ല, അവർ എന്ത് ചെയ്യുന്നു എന്നുള്ള ഏതൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്നു, ഇങ്ങനെ ഒരാൾ നിലവിലുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല എന്നുള്ള തരത്തിലൊക്കെയാണ് DYFI കാര്യങ്ങൾ ജില്ലാ മീറ്റിംഗ് അല്ല ഈ പറഞ്ഞ പോലെ കേന്ദ്ര മീറ്റിങ്ങിൽ DYFIയുടെ മീറ്റിങ്ങിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല AA റഹീമിന് വലിയ തരത്തിലുള്ള പ്രശംസയും കിട്ടി എന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. കാലാനുസൃതമായിട്ടുള്ള ഇടപെടലുകളും മാത്രമല്ല റീൽസ് വീഡിയോകളിലൂടെ സംഘടനയ്ക്ക് ഗുണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നു. അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീമിന് അഭിവാദ്യങ്ങൾ എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ നടന്നത് എന്നുള്ളത്. കാരണം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പ്രത്യേകിച്ച് ജെൻസി യുദ്ധത്തിന് ശേഷം പ്രശ്നത്തിന് ശേഷം ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കന്മാർ വല്ലാണ്ട് ഇൻസ്റ്റയിൽ കടന്ന് ഈ പറഞ്ഞ പോലെ ബ്ലോഗേഴ്സായി മാറിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ബ്ലോഗർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഇന്നേ വരെ മൻ കി ബാത്തിലൂടെയൊക്കെ സംസാരിച്ചിരുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ സാധനം മാറ്റിപ്പിടിച്ചു. യുവാക്കളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി അവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തു പൂർണ്ണമായിട്ടും ഇൻസ്റ്റാഗ്രാമിലോട്ട് മാറി. അതേപോലെ തന്നെ DYFIയുടെ നേതാവ് റഹീമും AA റഹീമും ഇത്തരത്തിലുള്ള വിഷയത്തിലോട്ട് മാറി എന്നുള്ളതും ഇതിന് വലിയ തരത്തിലുള്ള പ്രശംസ റഹീമിന് കിട്ടിയെന്നുള്ളത്. റഹീമിൻ്റെ വീഡിയോ വലിയ തരത്തിൽ ചർച്ചാ വിഷയമാകുന്നുണ്ടെന്നും കേരള രാഷ്ട്രീയത്തിൽ മറക്കാൻ പറ്റാത്ത ഏടുകളായി ഇത് രേഖപ്പെടുത്തും എന്നുള്ള തരത്തിലേക്കാണ് പാർട്ടി ചർച്ച നടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. മാത്രമല്ല ജെൻസി മാറ്റങ്ങളും അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ ബോധവും പുതിയ തലമുറയായ ജെൻസിയെ ആകർഷിക്കുന്നതിനായി സംഘടനയുടെ പ്രവർത്തന ശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും നിലവിൽ പല നേതാക്കൾക്കും മതിയായ രാഷ്ട്രീയ ബോധം
രാഷ്ട്രീയ ചിന്താശേഷിയും കുറവാണെന്നുമുള്ള വലിയ തരത്തിലുള്ള സ്വയം വിമർശനവും ഡിവൈഎഫ്ഐക്കുണ്ട്. അതായത് നിലവിൽ രാഷ്ട്രീയക്കാരാണെന്ന് പറഞ്ഞു നടക്കുന്ന പല ഡിവൈഎഫ്ഐക്കാരും രാഷ്ട്രീയ പ്രവർത്തകരല്ല എന്നുള്ളതും അവർക്ക് രാഷ്ട്രീയം എന്താണെന്നോ രാഷ്ട്രീയ ബോധം എന്താണെന്നോ എന്നുള്ള തരത്തിൽ അതിരൂക്ഷമായ വിമർശനം, അത് സെൽഫായിട്ട് അവരെ തന്നെ വിമർശിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എന്തായാലും അതിലും വലിയ തരത്തിലുള്ള കണ്ടുപിടുത്തം ഡിവൈഎഫ്ഐ നടത്തി എന്നുള്ളതാണ്. ഇതൊന്നും കൂടാണ്ട് സ്ത്രീ പ്രാതിനിധ്യം നടപ്പായില്ല എന്നുള്ളത്, പ്രത്യേകിച്ച് ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ കമ്മിറ്റികളിൽ 20% സ്ത്രീ പ്രാതിനിധ്യം വേണമെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇതുവരെ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വലിയ പ്രശ്നം പാർട്ടി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വശത്ത് സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്ന അല്ലെങ്കിൽ വനിതാ മതിൽ സംഘടിപ്പിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണെന്ന് പറയുമ്പോഴും സ്ത്രീകൾക്ക് 20% പോലും സംഘടനയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതും വലിയ തരത്തിലുള്ള പോരായ്മയായി പറയുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അവർ സ്വയം വിമർശനമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല നേതൃത്വത്തിൻ്റെ മറുപടിയും പുതിയ ഭാരവാഹികളും വരും എന്നുള്ളതാണ്. ഈ പ്രത്യേകിച്ച് സാഹചര്യത്തിൽ ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങളിൽ എ റഹീമും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടറിയും കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു എന്നുള്ള തരത്തിലേക്ക് റിപ്പോർട്ട് വരുന്നുണ്ട്. എന്തായാലും ഡിവൈഎഫ്ഐ പ്രത്യേകിച്ച് അന്നത്തെ സംസ്ഥാന സർക്കാരിന് രൂപരേഖ നൽകേണ്ട അല്ലെങ്കിൽ അവരെ നയിക്കേണ്ട ഒരു യുവജന കൂട്ടായ്മ അവരുടെ പ്രവർത്തനം ചെയ്തില്ല എന്നുള്ള രൂക്ഷമായ വിമർശനം ഡിവൈഎഫ്ഐക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് ഇനിയും വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാകും. കാരണം ഇനിയും ഒരുപാട് മീറ്റിങ്ങുകൾ CPM-ൻ്റെയൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് വലിയ ചർച്ചാ വിഷയമാകും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഏതൊക്കെ തരത്തിലുള്ള മറുപടി ആയിരിക്കും ഡിവൈഎഫ്ഐയും CPM-ഉം നൽകുക എന്നുള്ളത്.